ഹേ ഖത്തർ, ഇറ്റ്സ് മീ സുഹേൽ സാരിയോ. എനിക്ക് കുറെ ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ബ്രോ വിസ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഖത്തറിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ. അപ്പോ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളും എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, വിസ അപ്രൂവൽ ആയോന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. അതെങ്ങനെയാന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഗൂഗിളിൽ MOI ഖത്തർ എന്ന് സെർച്ച് ചെയ്ത ശേഷം ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പറും നാഷണാലിറ്റിയും കൊടുക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ക്യാപ്ചയുണ്ട്, അതും കൂടി കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ അപ്രൂവൽ ആണോ എന്ന് അറിയാൻ പറ്റും. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തന്നെയാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ടിക്കറ്റ് കിട്ടി ഖത്തറിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യം തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ്, മെഡിക്കല്, ഐ ടെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി സിം, സാലറി കാർഡ് എന്നിവ കിട്ടും. പിന്നെ നമുക്കുള്ളത് കർവ അക്കാദമിയിൽ ഫയൽ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. അത് ഫയൽ ഓപ്പൺ ആക്കിയ ശേഷം അവര് ഒരു യൂസർ നെയിം പാസ്വേഡും തരും. കർവ അക്കാദമിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ട് ഈ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കൊരു ലേണിംഗ് ടെസ്റ്റ് ഉണ്ടാവും. ആ ലേണിംഗ് ടെസ്റ്റ് പാസ്സാവുക. ആ ലേണിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് 40 ഒരു 35 to 40 റേഞ്ചിൽ നമ്മൾ വിൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയലാണ്. ഈ ട്രയൽ പറഞ്ഞാൽ ഒരാഴ്ചത്തോളം നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും. അതിൽ ടെസ്റ്റ് വരുന്നത് ഞായറാഴ്ചയാണ്. റോഡ് ട്രെയിനിങ് ആണ്. റോഡ് ട്രെയിനിങ് ഒരാഴ്ചത്തോളം റോഡ് ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റ്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് SLA ക്ലാസ്സസും റോസ്പ എക്സാംസ് കുറെ അങ്ങനത്തെ അതുപോലെ നമ്മൾ എത്രത്തോളം നമുക്ക് അറിവ് ഉണ്ടാക്കാനുള്ള ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ PDT ആണ് വരുന്നത്, പ്രൊഫഷണൽ ഡ്രൈവർ ട്രെയിനിങ്. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഖത്തറിലെ റോഡുകൾ, പിന്നെ നമുക്ക് റൗണ്ട് അബൌട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഇവര് റോഡിനെ പറ്റി നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരും. പലതരം ബസ്സുകളുണ്ടല്ലോ, ഇലക്ട്രിക് ബസ് ഉണ്ട്, ഡീസൽ ബസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളും അതൊക്കെ പഠിപ്പിച്ചു തരും. അതായത് നമുക്ക് എത്രത്തോളം ഡ്രൈവിംഗ് കംഫർട്ട് ആക്കി തരും. അത് മോസ്തലാത്തിന്റെ ട്രെയിനേഴ്സ് തന്നെയാണ് ഈ നമുക്ക് എക്സ്പീരിയൻസ് ആക്കി തരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു അസസ്മെന്റ് ഉണ്ട്, ഒരു സിഗ്സാക്ക് ഉണ്ട്. സിഗ്സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അത് പഠിപ്പിക്കും. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് അത് പഠിപ്പിച്ചു തരും. അതിനൊരു അസസ്മെന്റ് ഉണ്ടാവും. അത് പാസ്സായി കഴിഞ്ഞാലാണ് ഡിപ്പോ അലോകറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അത് കഴിഞ്ഞാലേ അറിയുള്ളൂ നമ്മള്. അപ്പൊ പിന്നെ അങ്ങനെയാവട്ടെ, കാഴ്ചകൾ തീരുന്നില്ല, യാത്രകളും. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.